ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ലൊരു സ്നാക്കാണ്. ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എണ്ണയിലിട്ട് അങ്ങ് വറുത്ത് കോരി എടുക്കുന്ന സംഗതിയാണ്. എണ്ണ എപ്പോഴെങ്കിലും നമുക്കൊരു എണ്ണക്കടിയെല്ലാം കഴിക്കണ്ടേ അല്ലേ? ഇതിൻ്റെ പേര് ശരിക്കെന്താ പറയേണ്ടത്, ഞാൻ തന്നെ ഒരു പേര് പറയാം. പൊട്ടറ്റോ ബ്രെഡ് ക്രിസ്പി ചോപ്പ്. അതായത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ബ്രെഡും പൊട്ടറ്റോ എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാ ഇതും പറഞ്ഞു തരാം എല്ലാവർക്കും. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്, അതുകൊണ്ട് ഉണ്ടാക്കാനൊന്നും പ്രയാസമില്ല. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി, തോലോട് കൂടി പുഴുങ്ങിയാൽ ഉരുളക്കിഴങ്ങ് ഷുഗറിലവർക്കും കഴിക്കാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാരും പരീക്ഷിച്ചൊന്നും നോക്കണ്ട. പിന്നെ തോലോട് കൂടി പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ഇതാ 3 എണ്ണമായിരുന്നു ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് എന്തെല്ലാം ചേർക്കുന്നത്? ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ. പിന്നെ ഇഞ്ചി, നന്നായി ചതുക്കിയ ഇഞ്ചി, കുറച്ച് തരിതരിപ്പായി അരിഞ്ഞെടുത്ത മല്ലിയില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 കുറച്ച്, ഗരം മസാല പൊടി, പച്ചമുളക്, കുറച്ച് അയമോദകം ഈ ഗ്യാസിനെല്ലാം ഏറ്റവും പറ്റിയ സാധനമാണ്. ദഹനത്തിന് നമുക്ക് നെഞ്ഞരിച്ചെല്ലാം വരില്ല. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങാതെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ടാണ് അയമോദകം ഇടേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് വെക്കാം. നന്നായി കുഴച്ച് വെക്കണം. എല്ലാം ഒന്ന് മിക്സായി അതിന് ഉപ്പെല്ലാം മതിയോ എന്നൊന്ന് നോക്കി. ഇത് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സംഗതി. അപ്പോൾ അതാദ്യം തന്നെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ആദ്യം നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കി വെക്കുന്നത്. ഇതൊരു 4-5 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. അതിൽ നന്നായിട്ട് പൊട്ടറ്റോ എല്ലാം ഉരുളക്കിഴങ്ങ് മുഴുവൻ നന്നായി പൊടിച്ച് എടുക്കണം. പുഴുങ്ങിയതായതുകൊണ്ട് പെട്ടെന്നെല്ലാം പൊടിച്ചോളും. എന്തെങ്കിലും കഷ്ണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് നിറയ്ക്കുന്ന സമയത്താണ് കുറച്ച് വിഷമം വരിക. അങ്ങനെ ഇതവിടെ റെഡിയായി. ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് ഫില്ലിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി ഉരുളക്കിഴങ്ങ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, ഇത് 250 ഗ്രാം കടലപ്പൊടി നല്ല ലംസൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കി വെക്കണം. ഇത് മുക്കിപ്പൊരിക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാലോ, അധികം കട്ടിയും പാടില്ല, തീരെ ലൂസായി പോകാനും പാടില്ല. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത്, മുക്കിപ്പൊരിക്കുന്നതും കടിക്കുമ്പോൾ നമുക്കൊരു ഉപ്പുമയം തോന്നണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, കുറച്ച് ചാട്ട് മസാല, മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലാണ് നമ്മൾ ചാട്ട് മസാല ഇതിലാണ് ചേർത്തത്, മറ്റേതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇതിൽ മുക്കിപ്പൊരിക്കാനുള്ളൊരു പാകം അതെല്ലാവരും ശ്രദ്ധിക്കണം. തീരെ വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാം എണ്ണയിൽ അവിടെ ഇവിടെയെല്ലാം വീണ് നാശമാവും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ബാറ്റർ. ഇതിലാണ് നമ്മൾ മുക്കിപ്പൊരിക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി, മുക്കിപ്പൊരിക്കലും റെഡിയായി. ഇത് ഇനി നെക്സ്റ്റ് നമുക്ക് ആവശ്യം ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കളയരുത് അതാരും. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ അത്യാവശ്യമാണ് നമുക്ക്. പെട്ടെന്നെല്ലാം ചോപ്പെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ എടുത്ത് 4 സൈഡും കളഞ്ഞ് ഒന്ന് മയപ്പെടുത്തണം. ഇതിലൊന്ന് ഉരുട്ടി മയപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളിത് ഈ മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് നിറയ്ക്കുക. അധികമൊന്നും വേണ്ട, ഫില്ലിങ് അധികമായി പോയാലും മോശമാണ്.
നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിറച്ച് ഇനി ഇതിലിട്ട് മുക്കി പൊരിക്കണം. ഓരോന്നായി ഇങ്ങനെ നിറച്ച് വെച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കാനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഓരോന്നായിട്ടെടുത്ത് ഇങ്ങനെ സോഫ്റ്റ് ആക്കണം. അതിനെ സോഫ്റ്റ് ആക്കിയിട്ടാണ് ഇത് നിറച്ച് വെക്കുക. Number 1. ഇത് ഓരോന്നായി ഇതിൽ മുക്കി എടുത്ത് പൊരിക്കുക. കുറച്ച് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലായി കൊടുക്കണം, എന്നാലത് രണ്ട് സൈഡും ആയി വരണ്ടേ. ഇത് ആയിക്കഴിഞ്ഞു. രണ്ട് സൈഡിലും മറച്ചിട്ട് അതിന് ശേഷം എടുത്ത് പ്ലേറ്റിൽ വെക്കണം. ഈ ചെറിയ ചെറിയതെല്ലാം എപ്പോഴും പെട്ടെന്ന് എടുത്ത് കളയണം എണ്ണയിൽ നിന്ന്. കാരണം ഇതാണ് നമ്മുടെ എണ്ണ കുടിക്കുന്ന സംഗതികൾ. എപ്പോഴും ചെറുത് എടുത്ത് കളയണം. ഇനി നമുക്ക് അടുത്തതും കൂടി ചെയ്യാം. Second number. രണ്ട് മൂന്നെണ്ണം എല്ലാം ഒരുമിച്ചിടാൻ പറ്റും. ഈ ചെറുതാണ് നമ്മുടെ എണ്ണ കുടിച്ചു പോകുന്നത്. അതുകൊണ്ട് അത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ നീക്കണം. പിന്നെ അയമോദകം ഇട്ടത് കൊണ്ട് ഗ്യാസിൻ്റെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ രണ്ടാമത്തതും ആയിക്കഴിഞ്ഞു. Number 3. മൂന്നാമത്തതും ഒരു സൈഡ് നന്നായി ആയി കഴിഞ്ഞതിന് ശേഷം മറു സൈഡും മറച്ചിടണം. നന്നായി മൊരിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ഉള്ളിലുള്ളത് വല്ല മല്ലിയിലെല്ലാം പച്ചയല്ലേ നമ്മൾ ഇട്ടത്. അപ്പോൾ എല്ലാം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. ഇത് ശരിക്കും കാണുമ്പോൾ ഒരു പഫ് ടൈപ്പ് തന്നെ ഉണ്ട്. ഇതും ആയി. അങ്ങനെ ഇന്നത്തെ ഡിഷ് നന്നായി കംപ്ലീറ്റ് ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പൊട്ടറ്റോ ബ്രെഡ് ക്രിസ്പി ചോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. കാരണം ഇത് മുകളിൽ കടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്നുള്ള അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ അതിലൊരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ഒരു ഇതായിരിക്കും. കാണാൻ ശരിക്കൊരു ഇത് പപ്സ് മാതിരിയുണ്ട് അല്ലേ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത പ്രാവശ്യം മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ ബൈ.